ബിസിനസ്സിൽ സത്യസന്ധത മാത്രം പോരാ, കാലത്തിനനുസരിച്ച് മാറാനും അറിയണം. ഇന്നത്തെ ബിസിനസ് ലോകം നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആളുകൾ ഉൽപ്പന്നം മാത്രം വാങ്ങുന്നില്ല, അതിനോടൊപ്പം അവർ ഒരു ഓഫറും ഒരു അനുഭവവും ഒരു ലാഭവും കിട്ടി എന്ന തോന്നലും കൂടിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ബിസിനസ്സുകളുടെയും പരസ്യങ്ങളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന വാക്കുകളാണ് ഡിസ്കൗണ്ട്, ഓഫർ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, 50% ഓഫ്, എക്സ്ട്രാ ബെനിഫിറ്റ് തുടങ്ങിയവ. ഉദാഹരണത്തിന് 100 രൂപ വിലയുള്ള ഒരു സാധനം 100-ന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത ഒന്നും തോന്നണമെന്നില്ല. എന്നാൽ അതേ സാധനത്തിന് 200 രൂപ വില കാണിച്ച് ഒന്ന് വാങ്ങുമ്പോൾ മറ്റും സൗജന്യം എന്ന് പറഞ്ഞാൽ പലരും അതിനെ വലിയ ഓഫറായി കാണും. യഥാർത്ഥത്തിൽ ഉപഭോക്താവിന് കിട്ടുന്നത് 200 രൂപ വിലയുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉപഭോക്താവിൻ്റെ മനസ്സിൽ വ്യത്യസ്തമായ ഒരു മൂല്യം സൃഷ്ടിക്കുന്നത്. ഇവിടെയാണ് ബിസിനസ്സിലെ മാർക്കറ്റിംഗ് സൈക്കോളജി പ്രധാനമാകുന്നത്. സത്യസന്ധത ബിസിനസ്സിൽ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതില്ല. നല്ല ഉൽപ്പന്നം നൽകണം, ശരിയായ നിലവാരം നൽകണം, ഉപഭോക്താവിനെ വഞ്ചിക്കരുത്. പക്ഷേ അതോടൊപ്പം കാലത്തിനനുസരിച്ചുള്ള ബിസിനസ് തന്ത്രങ്ങളും മനസ്സിലാക്കണം. കാരണം എൻ്റെ ഉൽപ്പന്നം നല്ലതാണ്, അതുകൊണ്ട് ആളുകൾ സ്വയം വാങ്ങിക്കോളും എന്ന ചിന്ത കൊണ്ട് മാത്രം ഇന്നത്തെ മത്സരാധിഷ്ഠിതമായ മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചുറ്റും ഒരേപോലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ, നിരവധി ബിസിനസ്സുകളുമുണ്ട്. അതിൽ നിന്ന് നമ്മളെ ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മൂല്യവും ശരിയായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കണം. ഒരു നല്ല ബിസിനസ്സുകാരൻ അതുകൊണ്ട് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. 1. ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ. നമ്മൾ നൽകുന്ന സാധനം അല്ലെങ്കിൽ സേവനം ഉപഭോക്താവിന് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടണം. 2. ഉപഭോക്താവിൻ്റെ മനസ്സ്. ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവരെ ആകർഷിക്കുന്നത്, എന്താണ് അവർക്ക് ഒരു വാങ്ങൽ തീരുമാനമെടുക്കാൻ പ്രേരണ നൽകുന്നത്. 3. മാർക്കറ്റിംഗ് തന്ത്രം. നമ്മുടെ ഉൽപ്പന്നം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം. ഇവ 3ഉം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നവർക്കാണ് ബിസിനസ്സിൽ ദീർഘകാല വിജയം നേടാൻ കൂടുതൽ സാധ്യത. പലപ്പോഴും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു സാധനം യഥാർത്ഥത്തിൽ 100 രൂപ വിലയുള്ളതാണെങ്കിൽ അതിൻ്റെ മൂല്യം 100 എന്നാണ് സത്യസന്ധമായി പറഞ്ഞു വിൽക്കുമ്പോൾ ആളുകൾ അതിനെ സാധാരണ വിലയായി കാണും. എന്നാൽ അതേ ഉൽപ്പന്നത്തിൻ്റെ 200 രൂപ വിലയെന്ന് കാണിച്ച് 50% ഡിസ്കൗണ്ട് എന്ന് എഴുതിയാൽ ഉപഭോക്താവിന് എനിക്ക് 100 രൂപ ലാഭമായി എന്നൊരു മാനസിക സംതൃപ്തി ലഭിക്കും. ഇവിടെയാണ് വിലയേക്കാൾ വിലയുടെ അവതരണം എപ്പോഴും പ്രധാനമാകുന്നത്. അതുകൊണ്ട് ഡിസ്കൗണ്ട് നൽകുന്നത് മാത്രം ബിസിനസ് തന്ത്രമല്ല, വാല്യൂ അഡീഷൻ നൽകുന്നതും ഒരു തന്ത്രമാണ്. ഇത് വാങ്ങിയാൽ മറ്റൊരു സേവനം സൗജന്യം, ഇതിനൊപ്പം അധിക ആനുകൂല്യം, റെഗുലർ കസ്റ്റമറിന് സ്പെഷ്യൽ ബെനിഫിറ്റ്, ലിമിറ്റഡ് ടൈം ഓഫർ. ഇതെല്ലാം ഉപഭോക്താവിൻ്റെ ശ്രദ്ധ നേടാനുള്ള മാർക്കറ്റിംഗ് രീതികളാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റിംഗ് എന്ന പേരിൽ ഉപഭോക്താവിനെ വഞ്ചിക്കാൻ പാടില്ല. തെറ്റായ വില കാണിച്ച് വ്യാജ ഡിസ്കൗണ്ട് നൽകുക, നിലവാരം കുറഞ്ഞ സാധനം വലിയ ഓഫറായി അവതരിപ്പിക്കുക, ഇല്ലാത്ത ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് പറയുക. ഇവയ്ക്ക് ഒരുപക്ഷെ താൽക്കാലികമായി വിൽപ്പന കൂട്ടാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ദീർഘകാലത്ത് അത് വിശ്വാസം നഷ്ടപ്പെടുത്തും. ബിസിനസ്സിൽ ലാഭം വേണം, പക്ഷേ ലാഭത്തേക്കാൾ വിലപ്പെട്ടതാണ് ഉപഭോക്താവിൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വിജയിക്കേണ്ട ബിസിനസ്സുകാരൻ സത്യസന്ധതയും തന്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകണം. സത്യസന്ധത നമ്മളെ വിശ്വസിപ്പിക്കും, ഗുണമേന്മ നമ്മളെ നിലനിർത്തും, മാർക്കറ്റിംഗ് ആളുകളിലേക്ക് നമ്മളെ എത്തിക്കും, കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് നമ്മളെ വളർത്തും. ലോകം മാറുകയാണ്, ഉപഭോക്താക്കളുടെ ചിന്ത മാറുകയാണ്, വാങ്ങുന്ന രീതികൾ മാറുകയാണ്, മാർക്കറ്റിംഗ് മാറുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്, കാലം മാറിയാലും ഞാൻ മാറില്ല എന്ന ചിന്തയേക്കാൾ എൻ്റെ മൂല്യങ്ങളിൽ ഞാൻ മാറ്റം വരുത്തില്ല, പക്ഷേ എൻ്റെ രീതികൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തും എന്ന ചിന്തയാണ് ഒരു നല്ല ബിസിനസ്സുകാരനെ മുന്നോട്ട് നയിക്കുന്നത്. അവസാനം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ബിസിനസ്സിൻ്റെ തുടക്കമാണ്. അത് ശരിയായ ആളുകളിലേക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ എത്തിക്കുകയാണ് വിജയത്തിൻ്റെ യഥാർത്ഥ തന്ത്രം. മുകളിൽ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെയൊന്നും ഇത് പഠിപ്പിക്കേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരെ, ടെൻഷൻ വേണ്ട. ഇത് നിങ്ങൾക്കുള്ള ക്ലാസ് അല്ല. നിങ്ങൾക്ക് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്നതിൻ്റെ പിന്നിലെ കണക്കറിയാം. വില ആദ്യം കൂട്ടി പിന്നെ കുറച്ച് അവസാനം മെഗാ ഓഫർ എന്ന് എഴുതാനുള്ള കലയും അറിയാം. ഞാൻ പറയുന്നത് അതൊന്നും അറിയാത്ത പാവപ്പെട്ട ഉപഭോക്താക്കളോടാണ്. 50% ഓഫ് കണ്ടാൽ 50% ലാഭിച്ചെന്ന് കരുതുന്നവർ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കണ്ടാൽ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്തൊരു സൗജന്യം കിട്ടിയെന്ന് കരുതുന്നവർ, ലാസ്റ്റ് ഡേ ഓഫർ കണ്ടിട്ട് 3 മാസമായി ആ ഓഫർ തുടരുന്നതും അറിയാത്തവർ. അവർക്ക് ചെറിയൊരു മുന്നറിയിപ്പ് മാത്രം. ഓഫർ കാണുമ്പോൾ ആവേശത്തിന് മുമ്പ് ആ ഓഫർ ശരിക്കും നിങ്ങൾക്കുള്ള ലാഭമാണോ അതോ ബിസിനസ്സുകാരൻ്റെ ലാഭം കൂട്ടാനുള്ള തന്ത്രമാണോ എന്ന് ഒന്ന് ചിന്തിക്കുക. ബിസിനസ്സുകാരെ, നിങ്ങൾ ചിരിക്കേണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അറിയാത്തവർക്കാണ് ഈ ബോധവൽക്കരണം.